ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടന്നെന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ കാവേരി വിനീതിൻ്റെ ആവശ്യത്തിന് വിനീതിനെ ഇറക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോയിരിക്കുകയാണ്. പക്ഷെ നമുക്കറിയാമല്ലോ, പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയപാലൻ്റെ വലം കൈയാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ജയപാലൻ ആ പോലീസുകാരന് ട്രീറ്റ് കൊടുക്കുന്നതാണ് വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പോലീസുകാരൻ ഒരിക്കലും വിനീതിനെ പുറത്തുവിടാൻ ചാൻസ് ഇല്ല. പക്ഷെ കാവേരി പറയുന്നുണ്ട്, സർ അവൻ തന്നിട്ടുള്ളത് ഒരു കള്ളപ്പരാതിയാണ്. വിശാലിനെ വിനീതേട്ടൻ അടിച്ചു എന്ന് പറയുന്നത് അതിൽ യഥാർത്ഥമായൊരു കാരണമുണ്ട്, അതൊരു കള്ളപ്പരാതിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, അതെങ്ങനെ കള്ളപ്പരാതിയാകും? ഞാൻ അവനെ കണ്ടതാണല്ലോ, അവൻ്റെ ശരീരമാകെ ഇടിച്ചു പരത്തി ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ട്, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും ഉണ്ട് അവൻ്റെ ആരോഗ്യം ശരിയല്ല എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ ഇതൊരു കള്ളപ്പരാതിയാകും? ഇതിന് മുന്നിൽ വേറെ വല്ല കാരണങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് പറ എന്ന് പറയും. അപ്പോൾ കാവേരി പറയും, അപ്പം ഞങ്ങളെക്കാളും വ്യക്തമായിട്ട് ഈ കാര്യത്തിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ സാറിന് അറിയാം. പക്ഷെ ഞങ്ങൾ ആ കാര്യം പുറത്ത് പറയില്ല എന്നുള്ള ധൈര്യത്തിലും വിശ്വാസത്തിലല്ലേ സാറ് ഇവിടെ കിടന്ന് ഈ പറയുന്നത്. ഓക്കെ, എങ്ങനെയെങ്കിലും ഞാൻ വിനീതേട്ടനെ പുറത്തിറക്കാൻ വെള്ള വഴി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കാവേരി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഗംഗ വിനീതിനെ ഇങ്ങനെ വിനീതിൻ്റെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ വിളിച്ച് വിഷമിക്കുന്നുണ്ട്. വിനീതേട്ടാ, ഞങ്ങൾ കാരണമല്ലേ വിനീതേട്ടൻ ഈ അവസ്ഥ വന്നതെന്നൊക്കെ. അപ്പോൾ വിനീത് അവളെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ കാവേരി വന്നിട്ട് പറയും, വിനീതേട്ടാ സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല, ഞാൻ ഒരു വക്കീലിനെ ആക്കാം, എന്നിട്ട് ഞാൻ വക്കീലായിട്ട് വരാമെന്ന് പറഞ്ഞ് ഗംഗയും കൂട്ടി കാവേരി പുറത്തിറങ്ങുകയാണ്. അങ്ങനെ അപ്പോൾ വിനീത് പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, എനിക്കും അടുത്ത് കുഴപ്പമുള്ളതൊന്നുമില്ല, നിങ്ങൾ യമുനയുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞ് വിനീത് അവരോട് പൊക്കോളം പറയുകയാണ്. അങ്ങനെ വിനീത് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടി തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ അത് വിഷമിച്ചിട്ട് ഉമ്മറത്ത് നിൽക്കുകയാണ് നമ്മുടെ ഗംഗ. അപ്പോൾ കാവേരി വന്നിട്ട് ചോദിക്കും, ഗംഗേച്ചി എന്താ വിഷമിക്കേണ്ട ഗംഗേച്ചി, വിനീതേട്ടന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. ഗംഗ പറയും, അല്ലടെ പോലീസ് സ്റ്റേഷനിലുള്ളവരെല്ലാവരും വിനീതേട്ടനെ ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യും, അവർ വിനീതേട്ടനെ അടിക്കുമോ എന്നൊക്കെയാണ് എൻ്റെ പേടി എന്ന്. അപ്പോൾ കാവേരി പറയും, ചേച്ചി വിഷമിക്കേണ്ട, നിവിൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്നും ചെയ്യരുത് എന്നൊക്കെ, അവരൊന്നും ചെയ്യില്ല എന്ന്. അതല്ല, അത് വേറെ പോലീസുകാരല്ലേ, ഇത് വേറെ സ്റ്റേഷനല്ലേ, എനിക്ക് അവരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയത്തിലാണ്. പിന്നെ എന്നെ കല്യാണം കഴിച്ചത് കൊണ്ടാണല്ലോ വിനീതേട്ടന് ഇതൊക്കെ വന്നത് എന്നാലോചിച്ചുള്ള വിഷമത്തിലാണ് ഗംഗ. അപ്പോൾ കാവേരി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം ചേച്ചി, നാളെ യമുനയും കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് യമുനയെ കൊണ്ട് പറയിപ്പിക്കാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. യമുനയെ അവൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചതാണ് വിനീതേട്ടൻ എന്ന് പറയാമെന്ന്. അപ്പോൾ ഗംഗ പറയും, അത് വേണ്ട, കാരണം വിനീതേട്ടൻ എന്നോട് പറഞ്ഞുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യമുനയെ ശ്രദ്ധിക്കാനാണ്. അതായത് യമുനയുടെ കാര്യം യാതൊരുവിധ കാരണവശാലും പുറത്ത് പോകരുത്, ഞാനിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നാണ് വിനീതേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് പറയുകയാണ്. അങ്ങനെ കാവേരി യമുനയെ കാണാൻ പോവുകയാണ്. യമുനയാണെച്ചെങ്കിൽ കരഞ്ഞ് തളർന്നിരിക്കുകയാണ്, ഭക്ഷണമൊന്നും കഴിച്ചിട്ടുമില്ല. അപ്പോൾ ചോദിക്കും, നീ എന്താ മോളെ ഭക്ഷണം കഴിക്കാത്തത്, നീ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല, നീ വന്നതിന് ശേഷം നീ ഒന്നും കഴിക്കുന്നില്ലല്ലോ, എന്തെങ്കിലും കഴിക്കുകയെന്ന്. അപ്പോൾ യമുന പറയും, ഞാൻ എങ്ങനെയാണ് കഴിക്കുക ചേച്ചി, എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല, കാരണം ഞാൻ കാരണം വിനീതേട്ടൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയാണ്, അപ്പോൾ എങ്ങനെ ചേച്ചി എനിക്ക് കഴിക്കാൻ പറ്റുക. അപ്പോൾ കാവേരി പറയും, നീയും വിനീതേട്ടനും അതിന് കാരണക്കാരല്ലല്ലോ ഇതൊക്കെ വന്നു പോയതിന്, എന്താ ചെയ്യാതെ ഓരോരോ വിധികൾ എന്ന് പറയുകയാണ്. അപ്പോൾ യമുന പറയും, ഇതിന് കാരണക്കാരനായ ആൾ ഇതൊന്നും പ്രശ്നമില്ലാണ്ട് അവിടെ സമാധാനമായിട്ടിരിക്കുന്നു, പക്ഷെ നമ്മളാണെച്ചെങ്കിൽ ഇതെല്ലാം അനുഭവിച്ചിരിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കാരണം എൻ്റെ ചുറ്റുമുണ്ടായ എൻ്റെ വീട്ടുകാരും എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളെല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഓരോരോ വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ പക്ഷേ യഥാർത്ഥ കാരണക്കാരനായ വിശാൽ വീട്ടിൽ സുഖത്തിലും എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന യമുനയാണ് കാണിക്കുന്നത്. കൂട്ടത്തിൽ യമുനയുടെ പുറത്ത് ഒരു മുറിവ് കൂടി യമുന കാണിച്ചു കൊടുക്കുന്നുണ്ട്, വിശാൽ യമുനനെ ഉപദ്രവിച്ചതിൻ്റെ പാട്. ഇതേ സമയം നമ്മുടെ വിശാൽ വീട്ടിൽ നല്ല സുഖചികിത്സയിലാണ്, അടിയും ചതവൊക്കെ പറ്റിയതിൻ്റെ സുഖചികിത്സയിൽ. അമ്മ വിശാലിന് മട്ടൻ സൂപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. മട്ടൻ സൂപ്പ് കുടിക്കാൻ വിശാൽ തീരെ കൂട്ടാക്കുന്നില്ല, എനിക്ക് തീരെ ഇഷ്ടമല്ല അച്ഛാ, പ്ലീസ് പ്ലീസ് എന്ന് പറയുകയാണ്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, മോനെ നീ മട്ടൻ സൂപ്പ് കഴിക്കുക, ഇനി ഉച്ചയ്ക്ക് അമ്മ മട്ടൻ തരികയാണെങ്കിൽ അമ്മ അറിയാതെ നീ എൻ്റെ പാത്രത്തിലോട്ട് തട്ടിക്കോ, അത് ഞാൻ കഴിച്ചോളാം എന്ന്. ഇപ്പം നീ ഈ സൂപ്പ് കുടിക്കുന്നില്ലെങ്കിൽ അതെൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, ഞാനിത് കുടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അമ്മയും കൂട്ടി ഇങ്ങോട്ട് വന്നത് എന്ന്. അപ്പോൾ വിശാൽ പറയും, ഓക്കെ ഞാൻ കുടിക്കാം, പക്ഷേ അച്ഛനൊരു കാര്യം ചെയ്യണം, ഇന്ന് എനിക്കിന്ന് പുറത്ത് പോകണം, ഒരു ഫ്രണ്ട്സിനായിട്ടൊരു ട്രിപ്പുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ ജയപാലിന് പേടിയാവും, ട്രിപ്പോ എന്ന്. അപ്പോൾ വിശാൽ പറയും, അത് ബോയ്സ് മാത്രമേ ഉള്ളൂ അച്ഛാ, ഗേൾസ് ഒന്നുമില്ല. ഓക്കെ അങ്ങനെയാണെങ്കിൽ നീ പൊക്കോ എന്ന് പറയും. അപ്പോൾ വിശാൽ സന്തോഷത്തിൽ ഈ
സൂപ്പ് കുടിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജയപാലൻ്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷനിലുള്ള SI ആണ്. അപ്പോൾ SI പറയും, സാറേ ഒരു പ്രശ്നമുണ്ട്, അത്യാവശ്യമായിട്ടൊന്ന് ഇങ്ങോട്ട് വരണമെന്ന്. അപ്പോൾ ജയപാലൻ പറയും, എന്ത് പ്രശ്നം? പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയില്ലേ, ഇനി എന്ത് പ്രശ്നമാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പോലീസുകാരൻ പറയും, ഇത് കുറച്ച് വലിയ പ്രശ്നമാണ് സാർ, സാറ് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം, പിന്നെ വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, വിശാലിനെയും കൂട്ടിയിട്ട് വേണം വരാനെന്ന് പറയുകയാണ്. ശരി, ഞാൻ വിശാലിനെയും കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് ജയപാലൻ ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ ജയപാലനും വിശാലും കൂടി പോലീസ് സ്റ്റേഷനിലെത്തുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞാൽ അകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ വിനീത് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. അപ്പോൾ വിനീത് അവിടെയുള്ള ഒരു പ്രതിനെ ആയിട്ടിരുന്ന് സംസാരിക്കുകയാണ്. ആ പ്രതി ജയിലിലൊക്കെ കിടന്നുള്ള പ്രതിയാണ്. അപ്പോൾ വിനീത് ചോദിക്കുകയാണ്, ജയിലിൻ്റെ അകം എങ്ങനെയാണ്, ജയിലിൽ ഭക്ഷണം എന്തൊക്കെയാണ്, അവിടെ നമുക്കിരുന്നാൽ ബോറടിക്കുമോ, ഇതൊക്കെയാണ് വിനീതിൻ്റെ സംശയങ്ങൾ. അപ്പോൾ ആ പ്രതിയാണെച്ചെങ്കിൽ ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ജയപാലനും വിശാലും കൂടിയിട്ട് ഇങ്ങനെ പുച്ഛിച്ച് നിൽക്കുകയാണ് വിനീതിനെ. ഇപ്പം എന്തായടാ, നീ കാണിച്ചതിനുള്ളതൊക്കെ നിനക്ക് കിട്ടിയില്ലേ, ഇത് തുടക്കം മാത്രമാണ്, ഇനി ഒരുപാട് നിനക്ക് കിട്ടാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ജയപാലൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വിനീത് ആ കൂടെ ഇരിക്കുന്ന പ്രതിക്ക് കാണിച്ചു കൊടുക്കുകയാണ്, കണ്ടോ ഇതാണ് ജയപാലൻ സാറ്, ഇതാണ് അങ്ങേരുടെ മകൻ വിശാൽ, ഈ നിൽക്കണ വിശാലിനെയാണ് ഞാൻ അടിച്ച് ഇഞ്ചപ്പരിവാക്കിയത് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. അപ്പോൾ അത് ഒരു പ്രതിയുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ജയപാലന് വിശാലൊരു നാണക്കേട് തോന്നും. എത്രയായാലും മറ്റൊരു പ്രതിയുടെ അടുത്തല്ലേ ഈ പറയുന്നത്, എത്ര അടി കിട്ടിയ കാര്യമല്ലേ ഈ വിളിച്ച് പറയണത്. അപ്പോൾ ജയപാലനും വിശാലിനും നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എന്താ, ജയപാലൻ പറയുന്നുണ്ട്, നീ കിടന്ന് നെഗളിക്കേണ്ടടാ, ഇതിനുള്ളതൊക്കെ മറുപടി ഞാൻ നിനക്ക് തരണ്ട് എന്ന് പറഞ്ഞ് ജയപാലനും വിശാലും കൂടിയിട്ട് SIയുടെ ക്യാബിനിലോട്ട് കയറുകയാണ്. അങ്ങനെ ക്യാബിനിലോട്ട് കയറുമ്പോൾ തന്നെ പുള്ളി ചോദിക്കുന്നത് ഇങ്ങനെയാണ്, അല്ല സാറേ, പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വീണ്ടും വീണ്ടും എന്നെ വിളിച്ചു വരുത്തുന്നത് എന്ന് പറയുമ്പോഴാണ് കാവേരിയും യമുനയും അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അത് കണ്ടതോടുകൂടി ജയപാലൻ്റെ കിളി പോവും. കാരണം എന്തെങ്കിലും കാരണവശാൽ കാവേരിയോ യമുനയോ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് വിശാലിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വകുപ്പ് വേറെയാവും, സ്ത്രീ പീഡനമാവും. അതിൻ്റെ ഭയം ഓൾറെഡി ജയപാലനുണ്ട്. കാരണം എന്തെങ്കിലും ഒരു കാരണവശാൽ ഇവരൊരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് വെച്ചെങ്കിൽ വിശാലിൻ്റെ ഭാവി ഗോവിന്ദയാവും. അപ്പോൾ ആ ഒരു ഭയത്തിലേ അന്ന് വിശാലിനെ ഒത്തിരി ചീത്ത പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ കാവേരി പറയും, ജയപാലൻ സാറെ വിളിപ്പിച്ചത് SI അല്ല, ഇതെൻ്റെ ഒരു അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിപ്പിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇനി അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ രാഗിണി, ജയപാലൻ്റെ മകൾ രാഗിണി ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതും അച്ഛന് കൂട്ടായിട്ട് മകൾ പകരം വീട്ടിറങ്ങുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രൊമോയും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ നമ്മുടെ ചാനൽ അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ അത് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക. താങ്ക്